പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പച്ചരി കുതിർക്കാതെയും അരക്കാതെയൊക്കെ അരിപ്പൊടി വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, എന്നാലും കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സി ജാറിലേക്ക് 1 കപ്പോളം വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും മുടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ദോശയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് അരയാൻ ആവശ്യമായിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഈ മാവ് 1 മണിക്കൂറൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ, അപ്പോൾ മാവൊക്കെ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊന്ന് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടെയൊക്കെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. മൂടി വെച്ചതാ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ മാവൊന്ന് ഒരുപാട് കുത്തി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് ഹാർഡായി പോവും. നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ആദ്യം തന്നെ അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിതാ ഒരു ഇരുമ്പ് ദോശക്കല്ല് ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഓരോ തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അത് കണ്ടില്ലേ, നല്ലപോലെ ഹോൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റും നല്ല മൊരിഞ്ഞിട്ടൊക്കെയുള്ള അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവധാനം നമുക്ക് ദോശ ചുട്ടെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ദോശ കിട്ടും. ഇപ്പോൾ പച്ചരിയൊക്കെ വെള്ളത്തിലിടാനും അരക്കാനൊക്കെ മറന്നു പോകുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ പെട്ടെന്ന് നമുക്ക് അരിപ്പൊടി വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ദോശയാണ് കേട്ടോ ഇത്. മാവരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ കഴിക്കാൻ. അങ്ങനെ ഓരോന്നും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.